Friends, Romans, Countrymen. യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രയംസ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ട്രയൽസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, ദുരിതങ്ങൾ. ട്രയംസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ വിജയങ്ങൾ, നേട്ടങ്ങൾ, ആഘോഷങ്ങൾ. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി വിത്ത് ദ ഹാർട്ട് ദാറ്റ് വൺ ക്യാൻ സീ റൈറ്റ്ലി വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. ഈ വരികളിൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഹൃദയം കൊണ്ട് മാത്രമേ നമ്മൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കാണാൻ കഴിയൂ. പിന്നെ പറയുന്നു വാട്ട് ഈസ് എസെൻഷ്യൽ ഈസ് ഇൻവിസിബിൾ ടു ദ ഐ. അതായത് ശരിയായ രീതിയിൽ നമുക്ക് എന്താണോ കാണേണ്ടത് അത് നമ്മൾ പുറം കണ്ണുകൊണ്ട് മാത്രം നോക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ ദ ലിറ്റിൽ പ്രിൻസ് എന്ന ബുക്കിൽ നിന്നുള്ള വരികളാണിത്. യൂണിറ്റ് 1 ആദ്യത്തെ ലെസൻ്റെയും രണ്ടാമത്തെ ലെസൻ്റെയും വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെസനായ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന ലെസണിലേക്ക് പോകാം. ഈ ലെസൻ്റെ അവസാനം ഈ പ്രസംഗത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിച്ചു തുടങ്ങാം. വെൻ വില്യം ഷേക്സ്പിയർസ് വെൽ നോൺ ഹിസ്റ്ററി പ്ലേ ജൂലിയസ് സീസർ ഓപ്പൺസ്, സീസർ ഈസ് വൺ ഓഫ് ദ ട്രയംവേഴ്സ് ഹു റൂൾഡ് റോം. ഇവിടെ വില്യം ഷേക്സ്പിയറിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ജൂലിയസ് സീസർ എന്ന നാടകം തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ പറയുന്നു സീസർ 3 ഭരണാധികാരികളിൽ ഒരാളാണ്. ട്രയംവേഴ്സ് എന്ന് പറഞ്ഞാൽ 3 പേരിൽ ഒരാൾ. ഹി ഈസ് അസാസിനേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ബൈ എ ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ഹിസ് ബോസം ഫ്രണ്ട് ബ്രൂട്ടസ്. ബോസം ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഉറ്റ സുഹൃത്ത്. അപ്പോൾ ബ്രൂട്ടസ് എന്ന സീസറിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ നേതൃത്വത്തിൽ എ ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ്, അതായത് ഒരു കൂട്ടം ഗൂഢാലോചനക്കാർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് സീസറിനെ കൊല്ലുന്നു. ഇദ്ദേഹമാണ് ഗായസ് ജൂലിയസ് സീസർ. 12 അല്ലെങ്കിൽ 1300 BC ജനനം, 15 മാർച്ച് 44 BC മരണം അഥവാ കൊല്ലപ്പെടുന്നു. ഇദ്ദേഹത്തെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജൂലിയസ് സീസർ ഒരു സൈനിക മേധാവിയായിരുന്നു. അദ്ദേഹം 8 വർഷത്തോളം ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആ യുദ്ധത്തിൻ്റെ പേരാണ് ഗാലിക് വാർ. ഈ ഗാലിക് വാർ നടന്നത് ഗൗൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഗൗൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശം ഏകദേശം ഇപ്പോൾ ഫ്രാൻസ്, ബെൽജിയം, ലക്സംബർഗ്, നെതർലാൻഡ്സ്, ജർമ്മനി, നോർത്തേൺ ഇറ്റലി ആൻഡ് സം പാർട്സ് ഓഫ് സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ഇത്രയും രാജ്യങ്ങൾ ചേർന്ന ഒരു ഏരിയ ആയിരുന്നു അന്നത്തെ ഈ ഗൗൾ എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ ആ പ്രദേശം മുഴുവനും സീസർ 8 വർഷം യുദ്ധം ചെയ്ത് പിടിച്ചടക്കി. അങ്ങനെ ഈ വലിയ ഭൂപ്രദേശമൊക്കെ പിടിച്ചടക്കിയതിന് ശേഷം സീസർ ഒരു ഏകാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ പോകുന്ന പോലെ റോമൻ സെനറ്റിന് തോന്നി. അപ്പോൾ റോമൻ സെനറ്റ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തോട് ആ പട്ടാളത്തെയൊക്കെ, ആ സൈന്യത്തെയൊക്കെ പിരിച്ചു വിട്ടിട്ട് ഒരു സാധാരണക്കാരനായിട്ട് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സീസർ അത് നിരസിച്ചു. അങ്ങനെ സീസർ അനേക ആഭ്യന്തര യുദ്ധങ്ങൾ നടത്തി. ആ യുദ്ധങ്ങളിലൊക്കെ സീസർ ജയിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് സീസറിനെ എതിർത്ത് നിന്ന അതായത് സീസറിന്റെ എതിരായിട്ട് നിന്ന് യുദ്ധം ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പോംപി എന്ന് പറയുന്നത്. പോംപിയുടെ ഫുൾ നെയിം ഗ്നേയസ് പോംപിയസ് മാഗ്നസ് എന്നാണ്. സീസറിന്റെ ഈ ആഭ്യന്തര യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള മുന്നേറ്റം അദ്ദേഹത്തിന്റെ അധികാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണെന്നും അത് റോമൻ റിപ്പബ്ലിക്കിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊക്കെ കാരണമാകുമെന്നും അന്നത്തെ റോമൻ സെനറ്റിലുള്ള മറ്റ് ഭരണാധികാരികൾക്ക് തോന്നിത്തുടങ്ങി. ഈ കാണുന്ന വലിയ ബിൽഡിംഗ് കോംപ്ലക്സ് ആണ് തിയേറ്റർ ഓഫ് പോംപി. ആ പോംപി പറഞ്ഞ വ്യക്തിയുടെ പേരിൽ എടുത്തിട്ടുള്ള ഒരു തിയേറ്ററാണ്. ഇത് ഓപ്പൺ എയർ ഗാലറിയാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ഷോ ഒക്കെ നടക്കുക. അങ്ങനെ വലിയൊരു തിയേറ്റർ കോംപ്ലക്സ് ആണിത്. ഈ കോംപ്ലക്സിൽ അങ്ങ് ലാസ്റ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ പേരാണ് ക്യൂറിയ ഓഫ് പോംപി. ഓക്കെ, ക്യൂറിയ ഓഫ് പോംപി. ഈ ബിൽഡിങ്ങിൽ നടക്കുന്ന സെനറ്റ് മീറ്റിങ്ങിലേക്കാണ് സീസർ വന്നത്. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ വധിക്കാനായിട്ട് പദ്ധതി ഇടുന്നതും ഗൂഢാലോചനയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതാണ് ക്യൂറിയ ഓഫ് പോംപി. ഇവിടെ നടക്കുന്ന സെനറ്റ് മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് 15 മാർച്ച് 44 BC വർഷം ഇവിടെ സീസർ കൊല ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഇതാണ് ആ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ചിത്രീകരണം. ഒരു ചിത്രകാരൻ വരച്ചതാണിത്. കുറേ ആൾക്കാരെല്ലാവരും കൂടെ കത്തി വാളൊക്കെ എടുത്തിട്ട് സീസറിനെ കുത്തിക്കൊല്ലുന്നത്. ഇവിടെ വെച്ചിട്ടാണ് സീസർ കൊല്ലപ്പെടുന്നത്. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദ റീസൺ for the act in a short
but effective speech that appears to convince the Roman citizens. അങ്ങനെ സീസറിന്റെ മരണശേഷം ബ്രൂട്ടസ് ഒരു ചെറിയ പ്രസംഗത്തിലൂടെ തങ്ങൾ എന്തിനാണ് സീസറിനെ വധിച്ചതെന്ന് റോമൻ പൗരന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രസംഗം റോമൻ ജനതയെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയതായിട്ടാണ് തോന്നിയത്. Mark Antony, Caesar's friend, seeks Brutus's permission to render a funeral eulogy to Caesar. Brutus agrees. Antony's masterful oration expertly manipulates the emotions of the crowd. He persuades them to believe that Brutus and the conspirators had selfish motives and the crowd wants to avenge Caesar's murder. സീസറിന്റെ ഉറ്റ സുഹൃത്തായ മാർക്ക് ആന്റണിക്ക് സീസറിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് ബ്രൂട്ടസിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബ്രൂട്ടസ് അതിന് സമ്മതിക്കുന്നു. എന്നാൽ ഈ ആന്റണിയുടെ പ്രസംഗം അതിവിദഗ്ധമായിരുന്നു. അതിനാൽ ഈ ജനക്കൂട്ടത്തിന്റെ വികാരങ്ങളെ അത് സ്വാധീനിച്ചു. ബ്രൂട്ടസിനും ഗൂഢാലോചനക്കാർക്കും സ്വാർത്ഥ താല്പര്യമായ ഉദ്ദേശങ്ങളായിരുന്നു ഈ സീസറിനെ വധിച്ചതിന് പിന്നിലെന്ന് ആന്റണി അവരെ ഈ പ്രസംഗത്തിലൂടെ വിശ്വസിപ്പിച്ചു. ഇതോടെ എന്ത് സംഭവിച്ചു? സീസറിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനായിട്ട് ആ നാട്ടുകാർക്ക് ഒരു ആഗ്രഹം ഉള്ളിൽ വന്നു. Here's an extract from Antony's oration, the first part of the speech during which the mob have begun to change their minds. അവിടെ കൂടി വന്ന് ആ ജനക്കൂട്ടത്തിന്റെ മനസ്സ് മാറ്റാൻ ഇടയാക്കിയ ആ വിഖ്യാത പ്രസംഗത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ താഴെ വായിക്കാൻ പോകുന്നത്. ഈ ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ലൈൻസ് ഇൻ ഷേക്സ്പിയർസ് പ്ലേസ് ആർ ഇൻ ബ്ലാങ്ക് വേർഡ്സ്. ബ്ലാങ്ക് വേർഡ്സ് ഈസ് അൺറൈംഡ് ബട്ട് മെട്രിക്കൽ. ഈ ബ്ലാങ്ക് വേർഡ്സ് എന്ന് പറയുന്നത് അൺറൈംഡ് ആയ എന്നാൽ ഒരു പ്രത്യേക താളക്രമം ഉള്ള കവിതാരൂപം. ഈ പ്രത്യേക താളക്രമത്തിനെയാണ് മീറ്റർ അല്ലെങ്കിൽ മെട്രിക് എന്ന് പറയുന്നത്. ഇവിടെ ഈ പദ്യത്തിന്റെ ചില വരികളൊന്ന് ശ്രദ്ധിക്കുക. നൈറ്റ് ബ്രൈറ്റ്, സ്കിൻ ഗ്രീൻ. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ലൈൻസ് ആണ് റൈം ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, സ്റ്റാർ ആർ ഫസ്റ്റും സെക്കൻഡും, പിന്നെ ഹൈ സ്കൈ തേർഡും ഫോർത്തും, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് റൈമിംഗ് ശൈലി. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തരത്തിലായിരിക്കില്ല. ഇവിടെ നിങ്ങൾ ഈ വരികൾ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചില വരികളും ചില വാക്കുകളൊക്കെ ബോൾഡായിട്ട് എഴുതിയിട്ടുണ്ട്, മറ്റേതൊക്കെ ബോൾഡ് അല്ലാതെ എഴുതിയിട്ടുണ്ട്. ഇതിനെ അർത്ഥമാക്കുന്നത് നമ്മൾ ഈ വരികൾ വായിക്കുമ്പോൾ ബോൾഡ് അല്ലാതെ എഴുതിയത് അധികം സ്ട്രെസ് ഇല്ലാതെ വായിക്കണം, ബോൾഡായിട്ട് എഴുതിയത് കുറച്ച് സ്ട്രെസ്സോടുകൂടെ വായിക്കണം. അപ്പോൾ ഈ ശൈലിയാണ് ബ്ലാങ്ക് വേഴ്സ്. അതുകൊണ്ടാണ് ബ്ലാങ്ക് വേഴ്സിനെ അൺറൈംഡ് ബട്ട് മെട്രിക്കൽ എന്ന് പറയാൻ കാരണം. ഇനി നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഇവിടെ ജൂലിയസ് സീസറിന്റെ ശവസംസ്കാര ചടങ്ങിൽ മാർക്ക് ആന്റണി നടത്തുന്ന വിഖ്യാതമായ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസർ എന്ന നാടകത്തിലെ പ്രധാനപ്പെട്ട ഒരു രംഗം കൂടിയാണിത്. നമുക്ക് ആരംഭിക്കാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻ മീ യുവർ ഇയേഴ്സ്. ഇവിടെ പറയുന്നു, സുഹൃത്തുക്കളെ, റോമക്കാരെ, അതായത് റോമൻ പൗരന്മാരെ, നാട്ടുകാരെ, ലെൻ മീ യുവർ ഇയേഴ്സ്. ലെൻ മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ലെൻഡ് എന്ന വാക്കിന്റെ ആക്ച്വൽ അർത്ഥം കടം തരൂ എന്നാണ്. പക്ഷെ ഇവിടെ ചെവി കടം തരൂ എന്നല്ല, എന്നെ ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആന്റണി പ്രസംഗം ആരംഭിക്കുന്നത്. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം. ബറി എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യുക. അപ്പം ഞാൻ വന്നത് സീസറിനെ അടക്കം ചെയ്യാനാണ്, നോട്ട് ടു പ്രൈസ് ഹിം, പ്രശംസിക്കാനല്ല. ഈ വരികളിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആന്റണി കൊലയാളികളുടെ പക്ഷത്ത് നിൽക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ്. ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം, ദ ഗുഡ് ഈസ് ഓഫ്റ്റ് ഇൻട്രേഡ് വിത്ത് ദ ബോൺസ്. ഇവിടെ പറയുന്നു, മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ, തിന്മകൾ എന്ന് പറഞ്ഞാൽ ഈവിൾ, തിന്മകൾ മരിച്ച ശേഷവും നിലനിൽക്കുന്നു, മരിച്ച ശേഷവും അത് നിലനിൽക്കും. നന്മകൾ പലപ്പോഴും അവരുടെ അസ്ഥികൾക്കൊപ്പം അടക്കം ചെയ്യുന്നു. ഇവിടെ ഇൻട്രേഡ് വിത്ത് ദ ബോൺസ് എന്ന് പറഞ്ഞു. ഇൻട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയും അടക്കം ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ രണ്ട് വരികളിൽ ആന്റണി ഒരു പൊതു തത്വം പറയുന്നത് പോലെയാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞു, സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അതുകൊണ്ട് സീസറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആകട്ടെ എന്നുകൂടി ചേർത്തു. അതിനുശേഷം പറയുന്നു, ദ നോബിൾ ബ്രൂട്ടസ്
ഹാഡ് ടോൾഡ് യു സീസർ വാസ് എംബീഷ്യസ്. അങ്ങനെ ശ്രേഷ്ഠനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞല്ലോ എന്ത്, സീസർക്ക് ഭയങ്കര മോഹമായിരുന്നു, അതിയായ മോഹം, സ്വന്തമായിട്ട് രാജാവാകണം എന്നുള്ള സ്വാർത്ഥ മോഹം ഉണ്ടായിരുന്നു എന്ന് നോബിൾ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞല്ലോ. ഇഫ് ഇറ്റ് വേർ സോ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫോൾട്ട് ആൻഡ് ഗ്രീവിയസ്ലി ഹാഡ് സീസർ ആൻസേർഡ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ സീസർ അത് വലിയൊരു തെറ്റാണ് ചെയ്തത്. അതുകൊണ്ട് സീസർ വലിയ വില നൽകേണ്ടി വന്നു. ഹിയർ under leave of Brutus and the rest, for Brutus is an honorable man, so are they all honorable men. Come I to speak in Caesar's funeral. ഇവിടെ ബ്രൂട്ടസിൻ്റെയും മറ്റുള്ളവരുടെയും അനുമതിയോടെ ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണ്, അവരെല്ലാവരും വളരെ മാന്യന്മാരാണ്. ഞാൻ സീസറുടെ ശവസംസ്കാരത്തിൽ സംസാരിക്കാൻ വന്നതാണ്. ഇവിടെ ആന്റണി വ്യക്തമാക്കുന്നത് ബ്രൂട്ടസിനെയും കൂട്ടാളികളെയും മാന്യന്മാർ എന്ന് ആവർത്തിച്ച് വിളിച്ച് ആന്റണി അവരെ പരോക്ഷമായി പരിഹസിക്കുകയാണ്. ഈ ഒരു രീതി ജനങ്ങളിൽ സംശയം ജനിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു തന്ത്രമായിരുന്നു. He was my friend, faithful and just to me. But Brutus says he was ambitious and Brutus is an honorable man. ഇവിടെ പറയുന്നത് അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, എന്നോട് വിശ്വസ്തനും നീതിമാനും ആയിരുന്നു. എന്നാൽ ബ്രൂട്ടസ് പറയുന്നു സീസറിന് അത്യാഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ബ്രൂട്ടസ് ഒരു മാന്യനാണ്. He had brought many captives home to Rome, whose ransoms did the general coffers fill. Did this in Caesar seem ambitious? അദ്ദേഹം ധാരാളം തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു. അവരുടെ മോചനദ്രവ്യം പൊതുഖജനാവ് നിറച്ചു. കോഫേഴ്സ് എന്ന് പറഞ്ഞാൽ പൊതുഖജനാവ്. ഇത് സീസറിൽ അത്യാഗ്രഹം ഉണ്ടായി എന്ന് തോന്നിയോ? When the poor have cried, Caesar hath wept. Ambition should be made of sterner stuff. പാവപ്പെട്ടവർ കരഞ്ഞപ്പോൾ സീസർ കണ്ണീരൊഴുക്കി. അത്യാഗ്രഹം ഇതിലും കടുപ്പമുള്ള ഒന്നായിരിക്കണം. സ്റ്റേണർ എന്ന് പറഞ്ഞാൽ കടുപ്പമുള്ള. Yet Brutus says he was ambitious and Brutus is an honorable man. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസറിന് അത്യാഗ്രഹമുണ്ടായിരുന്നു എന്ന്. ബ്രൂട്ടസ് ഒരു മാന്യനാണ്. ഈ വരികളിൽ മാർക്ക് ആന്റണി ജൂലിയസ് സീസറിനോടുള്ള തൻ്റെ സ്നേഹവും വിശ്വസ്തതയും പ്രകടമാക്കുന്നുണ്ട്. സീസർ റോമിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ബ്രൂട്ടസ് സീസറിന് അത്യാഗ്രഹമാണെന്ന് പറയുന്നതിലെ വൈരുദ്ധ്യവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഓരോ തവണയും ബ്രൂട്ടസിനെ ഒരു മാന്യൻ എന്ന് ആന്റണി വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പരിഹസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സീസർ അത്യാഗ്രഹി ആയിരുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ആന്റണി ഇവിടെ ശ്രമിച്ചത്. You all did see that on the Lupercal I thrice presented him a kingly crown, which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious, and sure, he is an honorable man. Lupercal. ഈ ലുപ്രിക്കൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇതൊരു ഉത്സവത്തിൻ്റെ പേരാണ്. ഫെസ്റ്റിവൽ ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. അതായത് പുഷ്ടിയുടെയും ശുദ്ധീകരണത്തിൻ്റെയും ഉത്സവം. ഇത് റോമിൽ ഫെബ്രുവരി 15 എപ്പോഴും നടക്കാറ്. ലൂപ്രിക്കൽ ഉത്സവത്തിൽ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. ഞാൻ 3 തവണ അദ്ദേഹത്തിനൊരു രാജകീയ കിരീടം പ്രസന്റ് ചെയ്തു, അതായത് സമർപ്പിച്ചു. അദ്ദേഹം അത് ആ 3 തവണയും നിരസിച്ചു. ഇത് അത്യാഗ്രഹമായിരുന്നോ? എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസറിന് അത്യാഗ്രഹം ഉണ്ടായിരുന്നു എന്ന്. തീർച്ചയായും ബ്രൂട്ടസ് ഒരു മാന്യനാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്, ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ എന്ന് പറഞ്ഞാൽ ബ്രൂട്ടസ് പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് സമർത്ഥിക്കാനല്ല ഞാൻ ഇവിടെ ഇപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവിടെ ഈ ഭാഗത്ത് മാർക്ക് ആന്റണി സീസറിൻ്റെ എളിമയും അധികാരത്തോടുള്ള വിമുഖത, അതായത് ഇഷ്ടമില്ലായ്മയും ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂപ്രിക്കൽ ഉത്സവത്തിൽ വെച്ചിട്ട് സീസർ 3 തവണ രാജകീയ കിരീടം നിരസിക്കുന്നതായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. അത്യാഗ്രഹിയായ ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും ആന്റണി അവിടെ ഊന്നി പറയുന്നുണ്ട്, പരോക്ഷമായി പറയുന്നുണ്ട്.
ബ്രൂട്ടസ് ഒരു മാന്യനാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു ആന്റണി. ഓക്കെ, പിന്നെന്താ അവിടെ സംഭവിക്കുന്നത്? ആന്റണി ബ്രൂട്ടസിൻ്റെ വാദങ്ങളെ തന്ത്രപരമായിട്ട് ഗണ്ണിക്കുകയാണ്. താൻ ബ്രൂട്ടസിനെ എതിർക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ വാക്കുകൾക്ക് സത്യസന്ധതയുണ്ടെന്ന് ജനങ്ങളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ആന്റണി ഇവിടെ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. You all did love him once, not without cause. What cause withholds you then to mourn for him? നിങ്ങളെല്ലാവരും ഒരു കാലത്ത് അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, അതിന് കാരണങ്ങൾ ഇല്ലാതിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനായി വിലപിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ഇപ്പോൾ തടയുന്ന കാരണം എന്താണ്? O judgment, thou art fled to brutish beasts, and men have lost their reason. Bear with me. My heart is in the coffin there with Caesar, and I must pause till it come back to me. Judgment എന്ന് പറഞ്ഞാൽ വിധി, ഫ്ലെഡ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുക, ബ്രൂട്ടിഷ് ബീച്ച് എന്ന് പറഞ്ഞാൽ ക്രൂര മൃഗങ്ങൾ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓ വിധി, നീ ക്രൂര മൃഗങ്ങളിലേക്ക് ഓടിപ്പോയോ? മനുഷ്യർക്ക് അവരുടെ യുക്തി നഷ്ടപ്പെട്ടോ? എന്നെ ഒന്ന് സഹായിക്കൂ. കോഫിൻ എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി, പോസ് എന്ന് പറഞ്ഞാൽ അല്പനേരം നിർത്തുക. ഇവിടെ സംസാരം അല്പനേരം നിർത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ഹൃദയം അവിടെ സീസറിനൊപ്പം ആ ശവപ്പെട്ടിയിലുണ്ട്, അതുകൊണ്ട് അത് എന്നിലേക്ക് തിരികെ എത്തും വരെ എനിക്കൊന്ന് നിർത്തേണ്ടി വരും. ഈ ഭാഗത്ത് പറയുന്നത് ആന്റണി ജനങ്ങളുടെ വികാരങ്ങളെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. സീസറിനോട് അവർക്കുണ്ടായിരുന്ന ആ സ്നേഹം അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവർ സീസറിൻ്റെ മരണത്തിൽ ദുഃഖിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിക്കുന്നു. പിന്നെ വിധിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓ വിധി, നീ ക്രൂര മൃഗങ്ങളിലേക്ക് പറന്നുപോയോ? അതായത് മനുഷ്യരുടെ ഹൃദയം കഠിനമായി പോയോ? അവിടെ കൂടി നിന്ന ആൾക്കാരുടെയൊക്കെ ഹൃദയം കഠിനമായി പോയോ എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യർക്ക് അവരുടെ യുക്തി നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സീസറിൻ്റെ കൊലപാതകത്തെ ന്യായീകരിക്കാൻ ബ്രൂട്ടസ് നൽകിയ വാദങ്ങളൊക്കെ യുക്തിയില്ലാത്തതാണെന്ന് ആന്റണി പരോക്ഷമായിട്ട് അവിടെ പറയാണ്. താൻ മാനസികമായി തകർന്നിരിക്കുന്നുവെന്നും ആ രീതിയിൽ അഭിനയിച്ചിട്ട് തൻ്റെ ഹൃദയം അവിടെ സീസറിനൊപ്പം ശവപ്പെട്ടിയിലാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ സഹാനുഭൂതി നേടാൻ അവരെ തൻ്റെ വലയത്തിലാക്കാനും, അതായത് ആ വരുതിയിലാക്കാൻ ആന്റണി ശ്രമിക്കുന്നുണ്ട് ഇവിടെ. ഈ നാടകീയമായ നിർത്തൽ ജനങ്ങളെ വലിയ സ്വാധീനം ചെലുത്തി. ഓക്കെ, എൻ്റെ സംസാരം ഞാനിവിടെ നിർത്തുകയാണ് ഒരു കുറച്ച് നേരത്തേക്ക്. എൻ്റെ ആ ഹൃദയം സീസറിൻ്റെ ശവപ്പെട്ടിയിൽ നിന്ന് തിരിച്ചെന്നിലേക്ക് വരുന്നവരെ എനിക്ക് നിർത്തേണ്ടി വരുന്നൊക്കെ പറയുന്നില്ലേ, അത് ഒരു നാടകീയമായ കാര്യമായിരുന്നു. അത് ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ലെസൺ അവസാനിക്കുകയാണ്. പിന്നീട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആഫ്റ്റർ മാർക്ക് ആന്റണീസ് സ്പീച്ച് the crowd turns against the conspirators and seeks to avenge Caesar's murder. The conspirators led by Brutus and Cassius realizes the danger and flee. മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തിന് ശേഷം ജനക്കൂട്ടം ഗൂഢാലോചനക്കാർക്കെതിരെ തിരിയുകയും സീസറിൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബ്രൂട്ടസും കാഷ്യസും പിന്നെ അവർ നയിക്കുന്ന ആ ഗൂഢാലോചനക്കാരെല്ലാം കൂടെ ഈ അപകടം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മെല്ലെ ഒഴിഞ്ഞു പോകുകയാണ് ചെയ്യുന്നത്. മാർക്ക് ആന്റണി, ഹാവിംഗ് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റഡ് ദ ക്രൗഡ്, എമർജസ് ആസ് എ ലീഡർ ഗാദറിംഗ് സപ്പോർട്ട് ഫ്രം ദ പീപ്പിൾ ഓഫ് റോം. അങ്ങനെ മാർക്ക് ആന്റണി ജനക്കൂട്ടത്തെ വിജയകരമായി സ്വാധീനിച്ചതിന് ശേഷം റോമിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടെ ഒരു നേതാവായി ഉയർന്നു വരുന്നു. ഹി, along with Octavius, Julius Caesar's nephew, and others, leads the battle which results in the defeat and death of the conspirators. ജൂലിയസ് സീസറിൻ്റെ അനന്തരവൻ ഒക്ടാവിയസിനോടും മറ്റുള്ളവരുമായി ചേർന്ന് ആന്റണി യുദ്ധത്തിന് നേതൃത്വം നൽകുന്നു. അത് ഗൂഢാലോചനക്കാരുടെ തോൽവിയിലും മരണത്തിലും കലാശിക്കുന്നു. ഇദ്ദേഹമാണ് വില്യം ഷേക്സ്പിയർ, ഈ പ്രശസ്തമായ ജൂലിയസ് സീസർ എന്ന ഈ നാടകം എഴുതിയ വ്യക്തി. ഇനി നമുക്ക് ഈ നാടകത്തിലെ സീനിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് കാണാം. ഈ വീഡിയോ ക്ലിപ്പിങ്ങിൽ നമ്മളുടെ ലെസണിൽ പറഞ്ഞത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും ആ സീൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അത് കാണാം. He says, for Brutus' sake, he finds himself beholding to us all. Will Brutus bring no harm of Brutus here? This Caesar was a tyrant! That's certain. We are blessed that Romans rid of him. You gentle Roman. Please, let us hear him. Friends, Romans,
countrymen, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is often interred with their bones. So let it be with Caesar. The noble Brutus hath told you Caesar was ambitious. If it was so, it was a grievous fault. And grievously hath Caesar answered it. Here, under leave of Brutus and the rest, for Brutus is an honorable man. Aye. So are they all honorable men. Come I to speak in Caesar's funeral. He was my friend, faithful and just to me. But Brutus says he was ambitious. And Brutus is an honorable man. He hath brought many captives home to Rome, whose ransoms did the general coffers fill. Did this in Caesar seem ambitious, when that the poor have cried, Caesar hath wept? Ambition should be made of sterner stuff. Yet Brutus says he was ambitious, and Brutus is an honorable man. You all did see that on the Lupercal I thrice presented him a kingly crown which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious, and sure, he is an honorable man. I speak not to disprove what Brutus spoke, but here I am to speak what I do know. You all did love him once, not without cause. What cause withholds you then to mourn for him? Judgment, thou art fled to brutish beasts, and men have lost their reason. Bear with me. My heart is there with Caesar, and I must pause till it come back to me. Methinks there is much reason in his sayings. If thou consider rightly of the matter, Caesar has had a great wrong. Has he, masters? I fear there will a worse come in his place. Mark ye his words. He would not take the crown. Therefore, he certainly was not ambitious. There's not a nobler man in Rome than Antony. But yesterday, the word of Caesar might have stood against the world. Now lies he there, and none so poor to do him reverence. Oh, masters, if I were disposed to stir your hearts and minds to mutiny and rage, I should do Brutus wrong, and Cassius wrong, who you all know are honorable men. I will not do them wrong. I'd rather choose to wrong the dead, to wrong myself and you, than I would wrong such honorable men. But here's a parchment with the seal of Caesar. I found it in his closet. 'Tis his will. Let but the commons hear this testament, which, pardon me, I do not mean to read. And they would go and kiss dead Caesar's wounds and dip their napkins in his sacred blood. Yea, beg a hair of him for memory, and dying mention it within their will. Have patience, gentle friends, I must not read it. It is not meet you know how Caesar loved you. You were not wood, you were not stones, but men. And being men, hearing the will of Caesar, it will inflame you, it will make you mad. 'Tis good you know not that you are his heirs. For if you should, oh, what would come of it? No, be patient. Will you stay a while? I have overshot myself to tell you of it. I fear I wrong the honorable men whose daggers have stabbed Caesar. I do fear it. They were traitors. You will compel me then to read the will. Then make a ring about the corpse of Caesar and let me show you him that made the will. Shall I descend and
Will you give me leave? Come down! You shall leave! Move for Anthony! It's not so Move important. for Anthony! Stand far off. You all don't know this mantle. I remember the first time ever Caesar put it on. It was on a summer's evening in his tent. That day he overcame the Nervii. Look, in this place ran Cassius' dagger through. Oh, see what a rent the envious Casca made. Through here the well-beloved Brutus stabbed. As he plucked his cursed steel away, mark of the blood of Caesar followed it. For Brutus, as you know, was Caesar's angel. Judge, oh ye gods, how dearly Caesar loved him. Oh, this was the most unkindest cut of all. For when the noble Caesar saw him stab, ingratitude, more strong than traitor's arms, quite vanquished him. Then burst his mighty heart, and in his mantle muffling up his face, even at the base of Pompey's statue, which all the while ran blood, great Caesar fell. Oh, what a fall was there, my countrymen. And I and you and all of us fell down, whilst bloody treason flourished over us. Kind soul, what weep you when you but behold our Caesar's vesture wounded? Look you here! Here is himself, marred as you see with traitors. A piteous spectacle. Oh, noble Caesar! Say, countrymen! Good friends! Sweet friends! Let me not stir you up to such a sudden flood of mutiny. They that have done this deed are honorable. What private griefs they have, alas, I know not that made them do it. They are wise and honorable, and will no doubt with reasons answer you. I come not, friends, to steal away your hearts. I am no orator, as Brutus is, but as you know me all, a plain, blunt man that loved my friend, and that they know full well that gave me public leave to speak of him. For I have neither wit, nor words, nor power of speech to stir men's blood. I only speak right on. I tell you that which you yourselves do know. Show you sweet Caesar's wounds, poor, dumb mouths, and bid them speak for me. But were I Brutus, and Brutus Antony, were an Antony would ruffle up your spirits and put a tongue in every wound of Caesar's that should move the stones of Rome to rise and mutiny! Yet hear me, countrymen! Yet hear me speak! Why, friends, you go to do you know not what. Wherein has Caesar thus deserved your love? Alas, you know not. I must tell you then. You have forgot the will I told you of. Here is the will. And under Caesar's seal, to every Roman citizen he gives, to every several man, 75 drachmas. Moreover, he hath left you all his walks, his private arbors and new planted orchards on this side Tiber. He hath left them you and to your heirs forever, common pleasures to walk abroad and recreate yourselves. Here was a Caesar, when comes such another? Come away! Who burned his body in the holy place? Come with the brand, fire the traitors' houses! ഓക്കെ സ്റ്റുഡൻസ്, ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന ഈ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷനും ആ ചെറിയ വീഡിയോ ക്ലിപ്പിങ്ങും ഒന്നിച്ച് കണ്ട സമയത്ത് നിങ്ങൾക്ക് ഈ ലെസൺ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.